ജോലി അന്വേഷിച്ചടുത്തെത്തിയ സഹപ്രവർത്തകന്റെ കയ്യിലെ 1.5 ലക്ഷം കൈക്കലാക്കാൻ 2 അതിഥി തൊഴിലാളികൾ കണ്ട വഴി അയാളെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ബാത്റൂമിൽ കൊന്ന് കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചു മൂടുക. വെറും ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമാകേണ്ടിയിരുന്ന കേസിലെ പ്രതികളെ അതിവിദഗ്ധമായി തന്നെ പോലീസ് പിടികൂടി. എന്നാൽ പിടിയിലായ പ്രതികളിൽ ഒരാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം നാട് വിട്ടുകളഞ്ഞു. പക്ഷേ എവിടെ പോയി ഒളിച്ചാലും കുറ്റവാളികൾ സത്യത്തിന് മുന്നിൽ എത്തുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ കേരള പോലീസ് എത്തിച്ചിരിക്കും. അതെ, 2021 കണ്ണൂർ ഇരിക്കൂർ പെരുവളത്തുപറമ്പിൽ വെച്ച് അസീഖുൽ ഇസ്ലാമിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ പ്രതി പരേഷ് നാഥ് മണ്ഡലിനെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നുമാണ് കേരള പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ബംഗാൾ സ്വദേശികളായ പരേഷ് നാഥ് മണ്ഡലും ഗണേഷ് മണ്ഡലും ഇരിക്കൂർ പെരുവളത്തുപറമ്പിൽ വീട് പണിക്കായി എത്തി സ്ഥിര താമസക്കാരായവരാണ്. ഇതിനിടയിലാണ് അസീഖുൽ ഇസ്ലാം ജോലി തേടി ഇവരുടെ പക്കലേക്ക് എത്തിയത്. കൂടെ താമസിക്കുന്നതിനിടെ മുൻപ് ജോലി ചെയ്ത സ്ഥലത്തെ ഉടമ കൂലിയായി നൽകാൻ ബാക്കിയുള്ള 1.5 ലക്ഷം രൂപ അസീഖുൽ ഇസ്ലാമിന് നൽകിയിരുന്നു. ഈ തുക കൈക്കലാക്കാൻ വേണ്ടിയാണ് അസീഖുൽ ഇസ്ലാമിനെ കൊലപ്പെടുത്തിയത്. നിഷ്ഠൂരമായ കൊലയാണ് നടന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചായിരുന്നു ക്രൂരകൃത്യം. ശേഷം മൃതദേഹം തൊട്ടടുത്ത ദിവസം കോൺക്രീറ്റ് ജോലി ചെയ്യേണ്ട ബാത്റൂമിന്റെ കുഴിയിലിട്ട് മൂടുകയായിരുന്നു. വീടിന്റെ പണി പൂർത്തിയാകുന്നതുവരെ ഇത് പുറത്തുവരില്ലെന്ന വിശ്വാസത്തിലാണ് ഇവർ ഇത് ചെയ്തത്. പിന്നീട് ഇയാളെ കാണാനില്ല എന്ന പരാതി ഉയരുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. അപ്പോഴും കേവലം മിസ്സിംഗ് കേസ് മാത്രമായാണ് പോലീസ് കരുതിയത്. പിന്നീടാണ് കൊലപാതകം പോലീസ് കണ്ടെത്തുന്നത്. 2 പ്രതികളും പിന്നീട് പോലീസ് പിടിയിലായെങ്കിലും ജാമ്യത്തിലിറങ്ങിയ പരേഷ് നാഥ് മണ്ഡൽ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് നാടുവിട്ടു. വർഷങ്ങളായി ഒളിച്ചു കഴിയുന്നതിനിടെയാണ് കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിക്കുന്നത്. ശേഷം ഇരിട്ടി ഡിവൈഎസ്പിയുടെയും ഇരിക്കൂർ SHOയുടെയും മേൽനോട്ടത്തിലുള്ള 3 അംഗ പോലീസ് സംഘം ബംഗ്ലാദേശ് അതിർത്തിയിൽ വെച്ച് പ്രതിയെ പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കണ്ണൂർ.